നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ ഘടകമായ വെൽഫെയർ പാർട്ടിയുമായി ഉണ്ടാക്കിയ സഖ്യത്തെക്കുറിച്ച് കോൺഗ്രസും മുസ്ലിം ലീഗും നിലപാട് വ്യക്തമാക്കണമെന്നാണ് INL പറയുന്നത്. 2 തവണ ജമാഅത്തെ ഇസ്ലാമിയെ രാജ്യത്തുടനീളം നിരോധിച്ചത് കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുന്ന സമയത്താണ്. നിരോധനത്തെ സ്വാഗതം ചെയ്തു എന്നുള്ളത് മാത്രമല്ല, നിരോധനത്തിനെതിരെ ശബ്ദിച്ചതിന് പാർട്ടി അഖിലേന്ത്യാ പ്രസിഡന്റിനെ നേതൃത്വത്തിൽ നിന്ന് പുറന്തള്ളിയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതേ ജമാഅത്തുമായി തെരഞ്ഞെടുപ്പ് സഖ്യം ഉണ്ടാക്കാൻ കാണിക്കുന്ന വ്യഗ്രത നിലമ്പൂരിൽ കനത്ത തോൽവി മുന്നിൽ കണ്ടതുകൊണ്ട് മാത്രമാണ്. RSSനെയും മുസ്ലിം ബ്രദർഹുഡിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഒരേ കണ്ണോടെ നോക്കിക്കാണുന്ന രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്ക് എന്നു തൊട്ടാണ് ജമാഅത്തിന്റെ രാഷ്ട്രീയം സ്വീകാര്യമായത് എന്ന് വ്യക്തമാക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് ബാധ്യതയുണ്ട്. ദേശീയ തലത്തിൽ ഇത്തരം ഒരു തെരഞ്ഞെടുപ്പ് ധാരണയ്ക്ക് കോൺഗ്രസ് തയ്യാറാകുമോ? ഒരു വേള സ്ഥാനാർത്ഥിയുടെ വ്യക്തിമൂല്യവും പാർട്ടിയുടെ തത്വാധിഷ്ഠിത നിലപാടും പരിശോധിച്ച ശേഷം മാത്രം വോട്ട് ചെയ്ത ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിന് നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നതിൽ ഒരു അപാകതയും കാണുന്നില്ലേ? ഒരു സംഘടനയ്ക്ക് സംഭവിച്ച ഇമ്മട്ടിൽ ഒരു പരിണാമം പരിതാപകരവും സഹതാപവും തന്നെയല്ലേ? രാഷ്ട്രീയ മേൽവിലാസം ഉണ്ടാക്കാൻ ഏത് ചെകുത്താനെയും കെട്ടിപ്പുണരാം എന്നുള്ള നിലപാട് സംഘടനയുടെ കഴിഞ്ഞ 80 വർഷത്തെ പ്രവർത്തനങ്ങൾ പാഴ്വേലയാക്കി കളഞ്ഞില്ലേ? അത് തന്നെയല്ലേ തെളിയിക്കുന്നത്? വർഗീയ ഫാസിസത്തോട് രാജിയാവുകയും സംഘപരിവാർ ശക്തികളുമായി ഒളിഞ്ഞും തെളിഞ്ഞും അവിശുദ്ധ ബന്ധം തുടരുകയും ചെയ്യുന്ന ഒരു പാർട്ടിക്കും, അത് നേതൃത്വം കൊടുക്കുന്ന മുന്നണിക്കും പിന്തുണ നൽകുന്നതിലൂടെ എന്ത് സന്ദേശമാണ് കേരളീയ ജനതയ്ക്ക് കൈമാറുന്നത് എന്ന് ബന്ധപ്പെട്ടവർ വിശദീകരിക്കണമെന്നാണ് INL സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിർ ഇരിക്കൂർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു വർഗീയ പാർട്ടികളുടെയും വോട്ട് വേണ്ട എന്ന് പല സന്ദർഭങ്ങളിലായി LDF പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. ഏത് സാഹചര്യത്തിലാണെങ്കിൽ പോലും ആ നിലപാടിൽ നിന്ന് LDF അണുവിട മാറിയിട്ടില്ല. എന്നാൽ പ്രതിപക്ഷത്തിനെ നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് കോൺഗ്രസിനെ നോക്കുകയാണെങ്കിൽ, സാഹചര്യങ്ങൾക്കനുസരിച്ച് നിലപാടുകൾക്ക് മാറ്റം വന്നുകൊണ്ടേയിരിക്കും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഉറപ്പാക്കാൻ UDF കിടഞ്ഞിടന്ന് പരിശ്രമിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി ഒരുപാട് മാറിയെന്നും ഇപ്പോൾ മതരാഷ്ട്രവാദം ഒന്നുമില്ല എന്നുമാണ് VD സതീശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മതരാഷ്ട്രം എന്ന ആശയവും പേറി നടക്കുന്ന ഒന്നാം തരം വർഗീയവാദികളെ പറ്റി നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞ കാര്യമാണിത്. എന്നാൽ VD സതീശനെ തിരിഞ്ഞുകൊത്തുന്നത് ആര്യടൻ ഷൗക്കത്തിന്റെ ഒരു പഴയ പ്രസ്താവനയാണ്. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥിയായ ആര്യടൻ ഷൗക്കത്ത് നേരത്തെ പലവട്ടം ജമാഅത്തെ ഇസ്ലാമിയെ രൂക്ഷമായി വിമർശിച്ച ഒരു വ്യക്തിയാണ്. ന്യൂസ് ചാനലിലെ ഒരു ചർച്ചയ്ക്കിടെയാണ് ആര്യടൻ ഷൗക്കത്ത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റ് അടക്കമുള്ള തീവ്രവാദ സംഘടനകൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളാണ് പിന്തുടരുന്നത് എന്ന് ആര്യടൻ ഷൗക്കത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ അബ്ദുൾ അലാം മൗദൂദി അദ്ദേഹം എഴുതിയ തത്വ സംഹിതയാണ് ഇന്ത്യ രാജ്യത്ത് ഈ പറയുന്ന ISIS ആണെങ്കിലും ലക്ഷറി തൊയ്ബ ആണെങ്കിലും ബാക്കി ആരാണെങ്കിലും അവർക്കൊക്കെയുള്ള ആശയപരമായ ആയുധ അണിയിച്ചത് അവരാണ് എന്നാണ് ആര്യടൻ ഷൗക്കത്ത് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഇപ്പോൾ ആര്യടൻ ഷൗക്കത്തിന് ഒരു തിരിച്ചടിയായി വന്നിരിക്കുന്നത് നിലമ്പൂരിൽ.